തുടർച്ചയായ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് ഹർത്താൽ. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 മണി വരെ നീളും. തൃണമൂൽ കോൺഗ്രസും ഫാർമേഴ്സ് റിലീഫ് ഫോറവുമാണ് ജില്ലയിൽ ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. അതേസമയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഹർത്താലിനെ പിന്തുണച്ചിട്ടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരും ഹർത്താലുമായി സഹകരിക്കുന്നില്ല. ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഹർത്താലിൽ പങ്കെടുക്കില്ല എന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എന്നാൽ നികുതി അടയ്ക്കേണ്ട ഈ സമയത്ത് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലയിലെ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ സെക്രട്ടറി ജോജിൻ ടി ജോയി പറഞ്ഞു. വന്യജീവി ആക്രമണത്തിനെതിരെ വനം വകുപ്പും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്നും ഹർത്താലുകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാവിലെ ആദ്യ 2 മണിക്കൂറിൽ ഹർത്താൽ ആരംഭിച്ചത് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല. കടകമ്പോളങ്ങളെല്ലാം തുറന്നിട്ടുമുണ്ട്. സ്വകാര്യ ബസ്സുകളും KSRTCയും അടക്കമുള്ള ഗതാഗത സംവിധാനങ്ങളും സജീവമാണ്. വന്യജീവി ആക്രമണത്തിൽ രോഷവും പ്രതിഷേധവും ഉണ്ടെങ്കിലും ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടുള്ള സമരം വേണ്ട എന്നാണ് പൊതുവെയുള്ള നിലപാട്. ഇന്നലെയാണ് ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ അമ്പലമൂല, വെള്ളരി, നരിക്കൊല്ലി, മെഴുകൻമൂല ഉന്നതിയിലെ മനുവാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭാര്യ ചന്ദ്രികയുമൊത്ത് അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിയെത്തിയ ശേഷം മനു കാപ്പാട്ടെ കുടുംബ വീട്ടിലേക്ക് പോയിരുന്നു. രാത്രി 8ഓടെ ഓട്ടോയിൽ ഓണിവയലിൽ വന്നിറങ്ങിയ ശേഷം കുടുംബ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് മനുവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മനുവിന്റെ കുടുംബ വീടിനടുത്തെ വയലിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം തലപ്പുഴയിൽ കടുവ ജനവാസ മേഖലയിൽ എത്തിയതായി സ്ഥിരീകരണമുണ്ടായിരുന്നു. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. വാഴത്തോട്ടത്തിൽ കടുവയെയും 2 കുട്ടികളെയും കണ്ടതായി നാട്ടുകാരും പറഞ്ഞിരുന്നു. പുല്ലരിയാൻ വന്നവരാണ് ആദ്യം കടുവയെ കണ്ടത്. പ്രദേശത്ത് 20 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും വനം വകുപ്പ് സ്ഥലത്ത് പെട്രോളിംഗ് നടത്തുമെന്നും അറിയിച്ചിരുന്നു.